ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഫ്രഞ്ച് ഫ്രൈസ് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കുമൊക്കെ ഇഷ്ടമുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഐറ്റമാണിത്. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓവനിലാണ്. ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. ഇത് പൊട്ടാറ്റോ ഞാൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ അരമണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒരു നല്ല കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതൊക്കെ ചേർത്ത് കുറച്ച് വെള്ളവും അതിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. തിക്ക് കൺസിസ്റ്റൻസി പാടില്ല, കുറച്ച് ലൂസായിരിക്കുന്ന കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. കാരണം ഈ പൊട്ടാറ്റോയിൽ അധികം സ്റ്റിക്കിയായി നിൽക്കുന്ന കോട്ടിംഗ് പോലെ ഉണ്ടാവാനും പാടില്ല. എന്നാൽ അതിന് ഒരു നേർമയായിട്ടുള്ള നമുക്ക് അറിയപ്പെടാത്ത ഒരു ലൂസായ പരുവത്തിലായിരിക്കണം. ഇതിപ്പോൾ നല്ല ലൂസായ ഒരു മിക്സ് ആണ്. ഇനി അതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടല്ലോ, അധികം കോട്ടിംഗ് ആയിട്ട് നിൽക്കത്തുമില്ല, എന്നാൽ അതിൻ്റെയൊക്കെ അംശമുണ്ട്. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയതിന് ശേഷം ഗ്രിൽ മോഡിലാണ് കുക്ക് ചെയ്യുന്നത്. അതായത് ഹൈ റേക്കിന് മുകളിലാണ് ഈ ട്രേ വെച്ച് കൊടുക്കേണ്ടത്. 10 മിനിറ്റാണ് ഞാൻ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രിൽ മോഡിൽ. ഇതിപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട്. എങ്കിൽ ഗ്രിൽ മോഡിൽ ഇതിൻ്റെ അടിഭാഗം അതുപോലെ തന്നെ ഇരിക്കും. ഇതിപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ടിരിക്കുകയാണ്. ഇനി ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഒന്ന് ബ്രൗണിഷ് കളർ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ട്രേ വീണ്ടും ഹൈ റാക്കിൽ ഓവനിൽ വെച്ചതിന് ശേഷം ഗ്രിൽ മോഡിൽ 5 മിനിറ്റ്സ് സെലക്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യണം. ഈ ഗ്രിൽ മോഡ്, കൺവെക്ഷൻ മോഡ്, മൈക്രോ മോഡ്, കോംബി മോഡ് എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മോഡെല്ലാം ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ പാത്രങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ അത് കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ എല്ലാത്തിനെക്കുറിച്ചും ലഭിക്കുന്നതായിരിക്കും. ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇതിപ്പോൾ 5 മിനിറ്റിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓയിൽ ഫ്രീ ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.